ഹസ്തിനപുരിയിൽ ദുര്യോധനൻ പരിഭ്രാന്തനാണ്. പാണ്ഡവരുടെ അജ്ഞാതവാസം ഏതാണ്ട് അവസാനിക്കാറായി. ദുര്യോധനൻ അയൽ രാജ്യങ്ങളിലെല്ലാം ചാരന്മാരെ വിട്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെയും പാണ്ഡവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ദേഷ്യവും സങ്കടവും കൊണ്ട് ഉന്മത്തനായ ദുര്യോധനനെ ദുശ്ശാസനൻ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. പാണ്ഡവർ തിരികെ വന്നാൽ അവർക്ക് പാതി രാജ്യം നൽകണമെന്ന് ഭീഷ്മാചാര്യരും ദ്രോണാചാര്യരും ഉപദേശിച്ചു. എന്നാൽ ഇതൊന്നും തന്നെ ചെവിക്കൊള്ളാൻ ദുര്യോധനൻ തയ്യാറായില്ല. അജ്ഞാതവാസം വിജയകരമായി പൂർത്തിയാക്കി പാണ്ഡവർ തിരികെ വന്നാൽ പാതി രാജ്യം അവർക്ക് നൽകേണ്ടതായി വരും. എങ്ങനെയും പാണ്ഡവരെ കണ്ടെത്തി വീണ്ടും അവരെ കാനനവാസത്തിന് അയക്കാനാണ് ദുര്യോധനന്റെ ഉദ്ദേശം. അങ്ങനെയെങ്കിൽ പാണ്ഡവർക്കൊരിക്കലും പാതി രാജ്യം നൽകേണ്ടി വരില്ലല്ലോ. ഈ അത്യാഗ്രഹം ദുര്യോധനനെ ബീഭത്സമായ ഒരു അവസ്ഥയിൽ എത്തിച്ചു. അങ്ങനെയിരിക്കെ തന്റെ സുഹൃത്തായ കീചകൻ വിരാട രാജധാനിയിൽ വെച്ച് ഒരു ഗന്ധർവനാൽ വധിക്കപ്പെട്ടു എന്നുള്ള വിവരം ദുര്യോധനൻ അറിയുന്നു. ദുര്യോധനന്റെ മുഖമൊന്നു തെളിഞ്ഞു. ചത്തത് കീചകനെങ്കിൽ കൊന്നതു ഭീമൻ തന്നെ. ഭീഷ്മാചാര്യർ, ബലരാമൻ, ശ്രീകൃഷ്ണ ഭഗവാൻ, ഭീമസേനൻ, ദുര്യോധനൻ, കർണൻ ഇങ്ങനെ 6 പേരുടെ കൈകൾ കൊണ്ട് മാത്രമേ കീചകൻ വധിക്കപ്പെടുകയുള്ളൂ. ഈ 6 പേരിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഭീമസേനനാണ്. അപ്പോൾ പാണ്ഡവർ വിരാട രാജ്യത്തുണ്ട്. ദുര്യോധനൻ ആർത്തട്ടഹസിച്ചു. വിരാട രാജാവിന്റെ ശത്രുവായ ട്രിഗാർട്ട രാജാധിപൻ സുശർമാനുമായി ദുര്യോധനൻ സഖ്യം ചേർന്നു. കീചകൻ വധിക്കപ്പെട്ട സമയമായതിനാൽ വിരാട രാജ്യവുമായി യുദ്ധം ചെയ്യാൻ പറ്റിയ സന്ദർഭമാണിതെന്ന് ദുര്യോധനൻ സുശർമാനെ ഓർമ്മപ്പെടുത്തി. അതിൽ പ്രകാരം ഇരു കൂട്ടരും ഒരുമിച്ച് തങ്ങളുടെ പടയാളികളുമായി വിരാട രാജ്യം ആക്രമിക്കുവാനായി പുറപ്പെട്ടു. ദുര്യോധനനും കൂട്ടരും തങ്ങളുടെ രാജ്യം ആക്രമിക്കാൻ വരുന്നതറിഞ്ഞ വിരാട രാജാവ് തന്റെ പുത്രനായ ഉത്തരനോട് പടയെ നേരിടാൻ ആജ്ഞാപിച്ചു. എന്നാൽ ഉത്തരന്റെ തേരോടിക്കാൻ ഒരു സാരഥിയില്ല. ആ സമയം ബൃഹന്തള പറഞ്ഞു, "ഞാൻ താങ്കളുടെ സാരഥിയാകാം." ഉത്തരൻ പരിഹാസപൂർവ്വം പറഞ്ഞു, "നിങ്ങൾ നൃത്തം അഭ്യസിപ്പിക്കുന്ന ആളല്ലേ? എനിക്ക് വേണ്ടത് ഒരു സാരഥിയാണ്. ഞാൻ താങ്കൾക്ക് വിജയം ഉറപ്പാക്കിത്തരാം" എന്ന മറുപടി ബൃഹന്തള നൽകി. പാണ്ഡവർ വിരാട രാജധാനിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് അർജുനന്റെ ഗാണ്ഡീവം ഉൾപ്പെടെ അവരുടെ ആയുധങ്ങളെല്ലാം ഒരു വൃക്ഷച്ചുവട്ടിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു. ബൃഹന്തള ആ വൃക്ഷച്ചുവട് നോക്കി നടന്ന് ആയുധങ്ങളുടെ ഭാണ്ഡമഴിച്ച് തന്റെ ഗാണ്ഡീവം പുറത്തെടുത്തു. ഇതുകണ്ട ഉത്തരൻ ബൃഹന്തളയെ ശകാരിച്ചു, "നിങ്ങൾ അവിടെ എന്താണ് ചെയ്യുന്നത്?" അപ്പോൾ ബൃഹന്തള പറഞ്ഞു, "യുദ്ധം ജയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ അർജുനൻ, ഇതെന്റെ ഗാണ്ഡീവം." ഇത് കേട്ട ഉത്തരൻ ഭയഭക്തിയോടെ പറഞ്ഞു, "ഞാൻ സാരഥിയാകാം." അങ്ങനെ ഉത്തരൻ സാരഥിയായ രഥത്തിൽ നിന്ന് ബൃഹന്തള യുദ്ധം ചെയ്തു. അർജുനന്റെ ഒരു ദിവ്യമന്ത്രം നിമിത്തം കൗരവ പടയാളികൾ ബോധരഹിതരായി വീണു. അർജുനൻ ഉത്തരനോട് നിർദ്ദേശിച്ചു, അവരുടെ വസ്ത്രങ്ങൾ അഴിച്ചെടുത്ത് പിതാവിന് കാഴ്ചവെക്കുക. ഉത്തരനാണ് യുദ്ധം ജയിച്ചതെന്ന് പിതാവ് അറിഞ്ഞാൽ മതി. ഉത്തരൻ നന്ദിപൂർവ്വം പുഞ്ചിരിച്ചു.